5.5 ലക്ഷം ഏക്കർ ഭൂമിയിൽ ഒരു സോളാർ പ്രൊജക്റ്റ്, അതായത് നമ്മുടെ വയനാടിൻ്റെ വലിപ്പം വരുന്ന ഭൂപ്രദേശം. ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള പ്രദേശം. അത് മുഴുവൻ നീണ്ടു പരന്നു കിടക്കുന്ന സോളാർ പാടം. കെട്ടുകഥയല്ല, മുകേഷ് അംബാനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. കഴിഞ്ഞ ദിവസം റിലയൻസ് നിക്ഷേപകർക്ക് മുന്നിൽ അംബാനി അവതരിപ്പിച്ച ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് അംബാനി ലോകത്തെ ഏറ്റവും വലിയ വൺ സൈറ്റ് സോളാർ പ്രൊജക്ട് ആരംഭിക്കാൻ പോകുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് കീഴിലാണ് 5.5 ലക്ഷം ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മെഗാ സോളാർ പാർക്ക് വരുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 നടന്ന റിലയൻസിന്റെ 48ാമത് വാർഷിക പൊതുയോഗം AGMലാണ് കമ്പനി ചെയർമാൻ മുകേഷ് അംബാനിയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനിയും ഈ വമ്പൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ ത്വരിതഗതിയിലാക്കുമെന്ന് മാത്രമല്ല, ആഗോള ഹരിത ഊർജ്ജ വിപണിയിൽ ഇന്ത്യയെ മുൻനിര മാർക്കറ്റാക്കി മാറ്റാനും പദ്ധതി സഹായിക്കുമെന്നാണ് റിലയൻസ് അവകാശപ്പെടുന്നത്. പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കിയാൽ ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി ആവശ്യത്തിൻ്റെ 10% റിലയൻസിൻ്റെ കച്ച് സോളാർ പാർക്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. 1 ദശാബ്ദത്തിനുള്ളിൽ തന്നെ ആ ലക്ഷ്യം കൈവരിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട്. വെറുമൊരു വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം മാത്രമല്ല ഈ സോളാർ പാർക്ക്, മറിച്ച് ഹരിത ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, സുസ്ഥിര വ്യോമയാന ഇന്ധനം എന്നിവയുടെ ഉൽപ്പാദനത്തിനുള്ള സമഗ്ര ഊർജ്ജ പദ്ധതിയും റിലയൻസിനുണ്ട്. 2032ഓടെ 30 ലക്ഷം ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് റിലയൻസിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ കമ്പനിയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഊന്നൽ നൽകുക. പിന്നീട് ആഗോള വിപണികളിലേക്ക് കയറ്റുമതി ആരംഭിക്കും. ജാംനഗർ, കാണ്ട തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് ഈ ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉപയോഗവും കയറ്റുമതിയും സുഗമമാക്കും. ഇതിലൂടെ ചെലവ് കുറഞ്ഞ ഹരിത ഹൈഡ്രജൻ, അതിൽ നിന്നുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും റിലയൻസ് പറയുന്നുണ്ട്. കച്ചിലെ സോളാർ പാർക്കിന് പുറമെ ജാംനഗറിൽ 5000 ഏക്കർ വിസ്തൃതിയിൽ ധീരുഭായി അംബാനി ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സ് എന്ന പേരിൽ മറ്റൊരു സംയോജിത ഊർജ്ജ നിർമ്മാണ കേന്ദ്രവും റിലയൻസ് സ്ഥാപിക്കുന്നുണ്ട്. സോളാർ പാനലുകൾ, ബാറ്ററികൾ, ഹൈഡ്രജൻ ഇലക്ട്രോലൈസറുകൾ, ഫ്യുവൽ സെല്ലുകൾ, പവർ ഇലക്ട്രോണിക്സ് എന്നിവയുടെ നിർമ്മാണത്തിനായി 5 ഗിഗാ ഫാക്ടറികൾ ഈ കോംപ്ലക്സിൽ ഉണ്ടാകും. പദ്ധതി ലക്ഷ്യമിടുന്ന പ്രകാരം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ അത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കുക, ഹരിത ഹൈഡ്രജൻ, അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിക്കുക, സ്റ്റീൽ, സിമന്റ്, ഷിപ്പിംഗ്, വ്യോമയാനം തുടങ്ങിയ ഡീകാർബണൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യവസായങ്ങളെ പിന്തുണയ്ക്കുക, ഇവയാണ് ഈ പ്രൊജക്റ്റിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാന നേട്ടങ്ങൾ. അതിനു പുറമെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഹരിത സാങ്കേതിക വിദ്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപം ഇറക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്.